അയ്യോ +1 എക്സാം നടത്താമെന്ന് സുപ്രീം കോടതി വിധിച്ചു, ഇനി എന്നാ ചെയ്യും, ഇനി പഠിക്കാൻ സമയമുണ്ടോ, ഇനി പഠിച്ചു തുടങ്ങിയാൽ തീരുവോ, എന്തൊക്കെ കൺഫ്യൂഷൻസ് ആണ് ഇപ്പം നിങ്ങളുടെ ഉള്ളിലുള്ളത് അല്ലേ. അപ്പോൾ ആ ഒരു ടെൻഷൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ടെൻഷൻ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും കിട്ടുകയില്ല. അപ്പം ഇനി പഠിക്കാൻ പറ്റുകയില്ല, ഇനി പഠിച്ചിട്ട് കാര്യമില്ല, പഠിച്ച സമയം ഇല്ല എന്നൊന്നും നിങ്ങൾ ഇനി വിചാരിക്കേണ്ട. ഇനിയാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത്. കാരണം ഭൂരിഭാഗം കുട്ടികളും ഈ ഒരു +1 കോടതിയുടെ മീൻസ് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരാൻ വേണ്ടിയിട്ടായിരുന്നു കാത്തിരുന്നത് അല്ലെ. അപ്പോൾ ആ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് തൊട്ട് മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങണം. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ ഇതുവരെയും വന്നിട്ടില്ല. ഉത്തരവ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് മാത്രമേ സർക്കാർ ടൈം ടേബിൾ പുറത്തു വിടുകയുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം ടേബിൾ വരുന്നവരെ നമ്മൾ എന്താ വെറുതെ ഇരിക്കണോ അതോ പഠിക്കണോ എന്നുള്ള ആലോചനയിലല്ല നിങ്ങൾ ഇപ്പോൾ ഉള്ളത്. അപ്പം ടൈം ടേബിൾ വരുന്നവരെ എങ്ങനെ പഠിക്കുക എന്നുള്ള കാര്യം ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു മാത്സ് അറ്റ് 360 ഡിഗ്രി വിത്ത് സോണി. കാര്യം പറയട്ടെ, മീൻസ് ഇനി സമയമില്ല പഠിക്കാൻ, ഇനി പഠിച്ചു തുടങ്ങിയാൽ തീരില്ല എന്നൊക്കെ വിചാരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ആ ഒരു ചിന്ത ഒന്ന് മാറ്റി വെച്ചോ. നിങ്ങൾ അങ്ങനെ ചിന്തിക്കേ വേണ്ട. ഇനി നിങ്ങൾക്ക് സമയമുണ്ട് പഠിക്കാൻ. അല്ലെങ്കിൽ മുഴുവൻ പഠിക്കാനല്ല ഞാൻ പറയുന്നത്, മുഴുവൻ പഠിച്ച് മുഴുവൻ മാർക്ക് മേടിക്കുക. പല കുട്ടികൾക്കും അതിനുള്ള പ്രഷർ ഉണ്ടാവും. മീൻസ് മുഴുവൻ മാർക്ക് മേടിക്കണം, മുഴുവൻ മാർക്ക് എന്തായാലും മേടിക്കണം എന്നുള്ള പ്രശ്നമുണ്ട്. ആ ഒരു പ്രഷർ വരുന്നതെല്ലാം നിങ്ങൾ ഒന്ന് കുറച്ച് നേരത്തേന് മറന്നു കളയും. നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ പഠിച്ചാൽ മതി. എക്സാം തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും എക്സാം എളുപ്പമായിരിക്കും. അപ്പം ഈ ഒരു എക്സാം എളുപ്പമായിരിക്കും, എക്സാമിന് എഴുതാൻ പറ്റില്ല എന്നൊരു വിചാരത്തോടെ, അല്ലെങ്കിൽ എക്സാമിന് എഴുതുമ്പോൾ മറന്നു പോകും എന്നൊരു വിചാരത്തോടെ പഠിക്കാനിരിക്കരുത്. നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം, എന്തായാലും പഠിക്കണം. പറ്റുന്ന കാര്യങ്ങൾ പഠിക്കാതെ ഇരുന്നിട്ട് എക്സാം വിഷമമാകുമ്പോഴാണ് നമുക്ക് ഭയങ്കര വിഷമം വരിക. അതേസമയം നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് എക്സാമിന് നമുക്കത് എഴുതാൻ പറ്റി, എക്സാമിന് ആ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞ് എഴുതാൻ പറ്റി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സന്തോഷം ഭയങ്കരമായിരിക്കും അല്ലേ. ആ ഒരു സന്തോഷം മാത്രം മനസ്സിൽ വിചാരിച്ചാൽ മതി. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പഠിക്കുക. എല്ലാം മുഴുവൻ കാര്യങ്ങളും എന്താ പറയുക, ഉറുമ്പരിക്കുന്ന പോലെ ഇരുന്ന് പഠിക്കുക എന്നല്ല ഞാൻ പറയുന്നത്. ഓരോ സബ്ജക്റ്റിനും ഫോക്കസ് ഏരിയ ഓൾറെഡി തന്നിട്ടുണ്ട്. ഫോക്കസ് ഏരിയയിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഉണ്ട്. മോഡൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. മോഡൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾ ഫോളോ ചെയ്യണം. മോഡൽ എക്സാം പേപ്പർ മസ്റ്റായിട്ട് നിങ്ങൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും അനലൈസ് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പം ഓൾറെഡി ഞാൻ മാത്സിൻ്റെ +1 ബയോളജി, കമ്പ്യൂട്ടർ സയൻസ്, മാത്സ് സബ്ജക്റ്റ് ആയിട്ടുള്ളവർക്ക് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ഫോക്കസ് ഏരിയ, ഇക്വേഷൻസ് ഒരു PDF ആയിട്ട് ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അത് നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. അതുപോലെ മേളിൽ ഇപ്പം നിങ്ങൾ അതിൻ്റെ ലിങ്ക് കാണുന്നുണ്ടാവും. ആ ഒരു ലിങ്കിൽ കയറി ആ ഒരു മാത്സിൻ്റെ ഇക്വേഷൻ, മുഴുവൻ ചാപ്റ്റേഴ്സിലുള്ള ഇക്വേഷൻസ് ആവശ്യമുള്ളവർ അതെടുത്ത് കാണാം. പിന്നെ ടെൻഷൻ അടിക്കരുത്. അത് എപ്പോഴും ഞാൻ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ടെൻഷൻ അടിക്കരുതെന്ന് പറഞ്ഞാൽ മാത്രം പോരും, ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്കല്ലേ മനസ്സിലാവും. നിങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഓൾറെഡി നല്ല ടെൻഷനിലാണെന്നറിയാം. പക്ഷെ ആ ഒരു ടെൻഷൻ നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. ഞങ്ങൾ എന്തോരം പറഞ്ഞു കഴിഞ്ഞാലും ടെൻഷൻ അടിക്കല്ലേ എന്ന് എന്തോരം പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ അടിക്കുന്ന സ്വഭാവം ആർക്കാണെങ്കിലും മാറ്റാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് ഇനി ആ ഒരു ടെൻഷൻ കുറച്ച് ദിവസത്തേന് ഒന്ന് മാറ്റി വെക്കുക. നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പറ്റുന്നില്ല, അവൻ അത്രയും പഠിച്ചു, ഇവൻ ഇത്രയും പഠിച്ചു, കുറേ പഠിച്ചു, ഞാനൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം മനസ്സിൽ വിചാരിക്കേ വേണ്ട. എനിക്ക് പറ്റുന്നത് ഞാൻ പഠിക്കും, എനിക്ക് പറ്റുന്നത് ഞാൻ പരീക്ഷയ്ക്ക് എഴുതും. ആ ഒരു ചിന്ത മാത്രം ഇനി മനസ്സിൽ മതി. അപ്പം ഞാനൊരു സ്റ്റഡി പ്ലാൻ എന്നുള്ള രീതിയിൽ പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ടൈം ടേബിൾ ഒന്നും വന്നിട്ടില്ല അല്ലേ. അപ്പോൾ ടൈം ടേബിൾ വരുന്ന വരെ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. ഇപ്പം ഞാൻ ഇന്ന് വീഡിയോ ഇടുന്നു കഴിയുമ്പം ഏറ്റവും കുറേ എന്താ പറയുക സ്ട്രാറ്റജീസ് ഉണ്ട്. ഒരു കാര്യം ഞാൻ പറയാം,
നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള വിഷയം, ഇപ്പം നിങ്ങൾ ഭൂരിഭാഗം കുട്ടികൾക്ക് ഏറ്റവും എളുപ്പമുള്ള വിഷയം ലാംഗ്വേജസ് ആയിരിക്കും, ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും അല്ലേ. അപ്പം ഒരു കാര്യം ചെയ്യുക, ഇന്ന് നിങ്ങൾ എന്തായാലും ആ ഒരു ലാംഗ്വേജ് സബ്ജക്ട്സ് എടുത്ത് നോക്ക്. ലാംഗ്വേജ് സബ്ജക്റ്റ് എടുത്ത് പഠിച്ച് സമയം കളയണോ എന്ന് ചോദിക്കരുത്. കാരണം ലാംഗ്വേജ് സബ്ജക്റ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ +1 മാർക്ക് വന്നു കഴിയുമ്പം ഒരു പെർസെൻറ്റേജ് കൂട്ടാൻ നിങ്ങൾക്ക് ലാംഗ്വേജ് സബ്ജക്ട്സ് ഉപകരിക്കും. ലാംഗ്വേജ് സബ്ജക്ട്സിന് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർസെൻറ്റേജ് ഒരു ഇച്ചിരി കൂടും. അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് സബ്ജക്ട്സ് ഇന്ന് എടുത്ത് പഠിക്കുക. കാരണം ഇപ്പം നിങ്ങൾ ആ ഒരു ടെൻഷനിൽ ഇരിക്കുകയാണ്, എക്സാം നടത്തും, എക്സാമിന് എന്ത് എഴുതും എന്നൊക്കെയുള്ള ആ ഒരു ടെൻഷൻ, എക്സാമിന് ഇനി എങ്ങനെ പഠിക്കും എന്നുള്ള ഒരു ടെൻഷനിൽ ഇരിക്കുക അല്ലേ. അപ്പം നിങ്ങൾ ആ ലാംഗ്വേജ് സബ്ജക്റ്റ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയിരിക്കും, ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റ് ആയിരിക്കും. ആ ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കും, ഓ ഇത് കുറച്ചൊക്കെ ഉള്ളൂ, ഇത് പഠിച്ചാൽ എന്തായാലും എന്നെക്കൊണ്ട് പറ്റും. ആ ഒരു തോന്നൽ നിങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ലാംഗ്വേജ് അല്ല വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് ഇന്നത്തെ ദിവസം നിങ്ങൾ എടുത്ത് പഠിക്കുക. മീൻസ് മുഴുവൻ പഠിക്കാനല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ. അതുപോലെ ഒപ്പം നിങ്ങൾ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അനലൈസ് ചെയ്യുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 1-2 ദിവസം, ചിലപ്പോൾ നാളെ തന്നെ ടൈം ടേബിൾ വരുമായിരിക്കും, അറിയില്ല. അപ്പോൾ ടൈം ടേബിൾ വരുന്ന വരെ നിങ്ങൾ എന്താ പറയുക, ഒരു ദിവസം 2 സബ്ജക്റ്റ്, അപ്പം ഒരു 2 ദിവസമൊക്കെ ടൈം ടേബിൾ വരാനുണ്ടാവുള്ളൂ. അപ്പോൾ ടൈം ടേബിൾ വന്നു കഴിഞ്ഞാൽ ടൈം ടേബിളിനനുസരിച്ച് നമുക്ക് പഠിക്കാം. അപ്പം അതിൻ്റെ എക്സാമിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാവുമോ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റിയല്ല. എങ്ങനെയാണ് സർക്കാർ തീരുമാനിക്കുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് ഒരു ഗസ്സിങ് ഒന്നും നടത്താൻ പറ്റിയല്ല. വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തും പറയാൻ പറ്റുള്ളൂ. സോ ഞാൻ അങ്ങനെ ഗ്യാപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ ഗ്യാപ്പ് ഉണ്ടാവില്ല എന്നുള്ള ഒരു ഉറപ്പിച്ച് പറയുന്നൊന്നുമില്ല. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക, ടൈം ടേബിൾ വരുന്ന വരെ ഏത് സബ്ജക്റ്റ് ഇന്ന് ദിവസവും നാളെ ഒരു ഉച്ച വരെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റ് എടുത്ത് പഠിക്കും. അത് കഴിഞ്ഞ് ടൈം ടേബിൾ വന്നിട്ടില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് ഏറ്റവും വിഷമമുള്ള സബ്ജക്ട്സ് ഉണ്ടാവുമല്ലോ, ഏറ്റവും വിഷമമുള്ള സബ്ജക്ട്സിൽ പഠിക്കാത്ത കാര്യങ്ങൾ നോക്കരുത്, പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ റിവൈസ് ചെയ്യുക. ഞാൻ പറയുന്നു, പഠിക്കാത്ത മീൻസ് ഇനിയും നിങ്ങൾ പഠിക്കാത്ത കാര്യങ്ങൾ ഇനി പഠിക്കാൻ നിൽക്കണ്ട, അത് പഠിച്ചിട്ട് നിങ്ങൾക്ക് ടെൻഷൻ കൂടുകയുള്ളൂ. സോ ഇനി നിങ്ങൾ പഠിക്കാത്ത കാര്യങ്ങൾ പഠിക്കാതെ ഈ ഏറ്റവും വിഷമമുള്ള സബ്ജക്റ്റ് എടുത്തിട്ട് എളുപ്പമുള്ള സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വിഷമമുള്ള സബ്ജക്റ്റ് അതിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. ആ പഠിച്ച കാര്യങ്ങളിൽ മോഡൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുക. അപ്പം ഞാൻ ഓൾറെഡി ഓരോ സബ്ജക്റ്റിൻ്റെ വെയിറ്റേജും കാര്യങ്ങളും പാസ്സാവാനുള്ള മാർക്കും അതെല്ലാം വീഡിയോ ആയിട്ട് ഇട്ടിരുന്നു. അത് കാണാത്തവർ എൻ്റെ ചാനലിൽ പോയി അതെടുത്ത് കാണുക. താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ടാവും. അപ്പം അതിൻ്റെ ലിങ്ക് താഴെയുണ്ട്, അതെടുത്ത് കാണുക. എത്ര മാർക്ക് പാസ്സാകാൻ വേണം, എത്ര മാർക്ക് A+ മേടിക്കാൻ, B അങ്ങനെ ഓരോ ഗ്രേഡും മേടിക്കാൻ എത്ര മാർക്ക് വേണം എന്ന കാര്യത്തിനെ കുറിച്ചെല്ലാം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുന്ന കുട്ടികളില്ല, ഇനി എന്നെക്കൊണ്ട് ഒന്നും പറ്റില്ല എന്ന് വിചാരിക്കുന്ന കുട്ടികൾ ആ ഒരു വീഡിയോ മസ്റ്റായിട്ടും എടുത്ത് കാണുക കേട്ടോ. കണ്ടിട്ടില്ലാത്തവർ എന്തായാലും കാണുക. പാസ്സാകാനുള്ള മാർക്ക് എങ്കിലും നിങ്ങൾ മേടിക്കുക. പാസ്സായാൽ മതി. നമ്മൾ എന്താ പറയുക, റാങ്ക് മേടിക്കുക എന്നുള്ള ഒരു നിർബന്ധമല്ല. ഈ ഒരു സാഹചര്യം നമുക്ക് അറിയാമല്ലേ. അപ്പം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഈ ഒരു സമയം ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ എന്തായാലും ഹാർഡ് വർക്ക് ചെയ്താലേ കിട്ടുള്ളൂ. ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്യണം. സോ അതുപോലെ തന്നെ സ്റ്റഡി പ്ലാൻ ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് സമയം എന്താ പറയുക, നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ സമയം എന്തോരം ഉണ്ട് പഠിക്കാൻ എന്നുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ആ ഒരു റേഞ്ചിനനുസരിച്ച് തന്നെ നിങ്ങളുടെ സമയം നിങ്ങൾ തന്നെ ക്രമീകരിക്കുക. ഒരാൾ ഇത്ര സമയം തൊട്ട് ഇത്ര വരെ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റൂലാത്ത കാര്യമായിരിക്കും. അപ്പം ഒരു ദിവസം മിനിമം 2 സബ്ജക്റ്റ് മിനിമം ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് 2ൽ കൂടുതൽ സബ്ജക്റ്റ് പഠിക്കാൻ പറ്റുമെങ്കിൽ അത് പഠിക്കണം. അപ്പോൾ വേറൊരു കാര്യം, പഠിക്കാത്ത കാര്യങ്ങൾ ഒന്നും നിങ്ങളിനി പഠിക്കാൻ നിൽക്കണ്ട. പഠിച്ച കാര്യങ്ങൾ, ഫോക്കസ് ഏരിയയിൽ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ഒന്നും കൂടെ റിവൈസ് ചെയ്യുക. ഇനി നമുക്ക് എന്താ പറയുക, നമ്മുടെ പബ്ലിക് എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം എൻ്റെ ക്ലാസ് അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മാത്സ് അറ്റ് 360 ഡിഗ്രി വിത്ത് സോണിയ. അപ്പോൾ ഒരു മാത്സിൻ്റെ ഇക്വേഷൻസ് ഞാൻ പറഞ്ഞിരുന്നു, അല്ലെ PDF ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ PDF ഒരൊറ്റ PDF ആയിട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എൻ്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. മാത്സ് അറ്റ് 360 ഡിഗ്രി വിത്ത് സോണിയ. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അതെടുത്ത് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്ന്
ടെൻഷനൊന്നും അടിക്കേണ്ട. നിങ്ങൾക്ക് എക്സാം എല്ലാവർക്കും +1, ഇപ്പോൾ കേരളത്തിലെ +1 എക്സാം എഴുതാൻ പോകുന്ന ഇഷ്ടം പോലെ കുട്ടികളുണ്ട്, നിങ്ങൾ ഒരാൾ മാത്രമല്ല. സോ അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് പഠിക്കുക. നിങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു സ്പേസിലിരുന്ന് നിങ്ങളിരുന്ന് പഠിക്കുക. ഇനി നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ മാർക്കും കാര്യങ്ങളെല്ലാം. നിങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യുന്നോ ആ രീതിയിലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. ആരെയും ഒന്നും നിങ്ങൾ കുറ്റം പറയണ്ട. ഇപ്പം എക്സാം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞ് ആരെയും നിങ്ങൾ കുറ്റം പറഞ്ഞിരിക്കേണ്ട. നിങ്ങളുടെ സമയം പോവുള്ളൂ. ആരെയും കുറ്റം പറയാണ്ട് ഒന്നും വിചാരിക്കാണ്ട് നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒരു ചാനൽ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.